ശ്രേയ റഹീം എം പി വിളിച്ചിരുന്നു. ശ്രേയ റഹീം എം പി ക്യാമ്പസിലെ ഒരു സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്ന ഒരു ബാനർ കണ്ടപ്പോഴേക്കും അത്യധികം രോഷാകുലനായ ഗവർണർ ഒന്നിനു പകരം 9 എന്ന തരത്തിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ ബാനറുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം ഊഹിക്കാവുന്നതേ ഉള്ളൂ. SFI ഗവർണർ നീർക്കുന്ന ഏറ്റുമുട്ടൽ ഗുണകരമാണോ ശ്രേയ റഹീം? അതായത് ഇത് കേരളത്തിന് ഗുണകരമാണ് ഈ ഏറ്റുമുട്ടൽ. ഹാഷ്മി മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 സർവകലാശാലകളിൽ RSSന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർ വരാൻ പോവുകയാണ്. കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അങ്ങനെ RSSന്റെ പ്രതിനിധി സിൻഡിക്കേറ്റിലേക്ക് വരാൻ പോകുന്നത്. അതെങ്ങനെയാണ് വരാൻ പോകുന്നത്? ഗവർണറുടെ അധികാരം ദുരുപയോഗം ചെയ്ത് ഗവർണർ RSS ഓഫീസിൽ നിന്നും കൊടുക്കുന്ന ആളുകളെ BJPയിൽ നിന്നും RSSന്റെയും നിർദ്ദേശപ്രകാരം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ്. ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയില് പട്ടാമ്പി കോളേജിലെയും അതോടൊപ്പം തന്നെ പാലക്കാട്ടെ മറ്റൊരു കോളേജിലെയും ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റുമാരുണ്ട്. സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. ആരാണ് ആ ഗവർണർക്ക് ആ പേര് കൊടുത്തത്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? കേരള സർവകലാശാലയിൽ വളരെ കൗതുകകരമാണ് കാര്യം. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യണം. അതിൽ സ്പോർട്സ്, സയൻസ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ്. അതിൽ വിദ്യാർത്ഥികളുടെ മേഖലയിൽ ഈ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ സയൻസിൽ റാങ്ക് കിട്ടിയ ഒരു കുട്ടിയെയാണ് സർവകലാശാല നോമിനേറ്റ് ചെയ്തത്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഹ്യൂമാനിറ്റീസിലും അതെ, റാങ്ക് കിട്ടിയ 2 പേരുടെയും പേര് നിർദ്ദേശിച്ചത് വെട്ടിയതിനു ശേഷം പരീക്ഷ മാത്രം എഴുതി റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരാളെയും റിസൾട്ട് വന്നിട്ട് വളരെ ഗ്രേഡ് താഴെയുള്ള ഒരു ഗ്രേഡ് കിട്ടിയ വേറൊരാളെയും കരസ്ഥമാക്കിയ ഒരു വിദ്യാർത്ഥിയെയും 2 ABVPക്കാരെ ഗവർണർ നോമിനേറ്റ് ചെയ്തു. നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു റഹീം. പക്ഷേ ഗവർണർ ചാൻസലർ ബ്ലഡി ക്രിമിനൽസ് എന്ന SFIക്കാരെ വിളിക്കാൻ പാടില്ലാത്തതാണ്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് കരുതി തെമ്മാടി ഗവർണർ എന്നൊക്കെ വിളിക്കുകയാണ് ഇപ്പോൾ SFI പ്രവർത്തനം. അങ്ങനെ മുദ്രാവാക്യം വിളിക്കാവോ? ഭരണഘടനാ സ്ഥാപനമല്ലേ? അങ്ങനെയല്ല. അങ്ങ് കേൾക്കേണ്ടത്, അങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റി വെക്കരുത് ദയവായി. ഇതിന്റെ അടിസ്ഥാനപരമായ ഗവർണർ SFIയെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും SFI വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവില്ല, കേരളത്തിന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാവില്ല. അത് അദ്ദേഹത്തിന്റെ സംസ്കാരം പ്രതിഫലിക്കട്ടെ. 2 ദിവസമായിട്ട് എത്ര വലിയ അസ്വസ്ഥതയാണ് അദ്ദേഹം പ്രകടമാക്കുന്നത്, അസഹിഷ്ണുതയാണ്. അദ്ദേഹത്തിന്റെ അസഹിഷ്ണുതയും എന്താണ് അദ്ദേഹം എന്ന് ഓരോ നിമിഷവും എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ, വാക്കുകളിലൂടെ. ഞാൻ ഹാഷ്മി ചോദിച്ചതിന്റെ ഉത്തരമാണ് പറഞ്ഞത്. ഈ ഏറ്റുമുട്ടലിനെ കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും SFI കേരളത്തിലെ ഗവർണർക്കെതിരെയല്ല, കേരളത്തിലെ ചാൻസലർക്കെതിരെ ശക്തമായ ഒരു ഏറ്റുമുട്ടലിലാണ്. ആ ഏറ്റുമുട്ടൽ ഗുണകരമാകുമോ എന്നായിരുന്നു അങ്ങയുടെ ചോദ്യം. അത് കേരളത്തിന് ഗുണകരമാണ്. ചോദിക്കാനും പറയാനും സംഘപരിവാറിനെതിരെ ശബ്ദിക്കാനും ഇവിടെ 10 ആളുകൾ ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ട് എന്ന് SFI തെളിയുകയാണ്. ഞാൻ ചോദിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഗവർണറോട് ചോദിച്ചിരുന്നു ശ്രേയ റഹീം, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സെനറ്റിലേക്ക് ഈ ABVPയുടെ ഭാരവാഹികളെ അങ്ങോട്ടേക്ക് നോമിനേറ്റ് ചെയ്തെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാൻ സൗകര്യമില്ല എന്ന മട്ടിൽ ഞാൻ ആൻസറബിൾ ആവുന്ന രാഷ്ട്രപതിയോട് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിച്ചത് ബ്ലഡി ക്രിമിനൽസ് എന്ന് ഗവർണർ SFIക്കാരെ വിളിച്ചത് ഞാൻ ന്യായീകരിച്ചതല്ല. അങ്ങനെ വിളിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രായത്തിൽ മൂത്ത ഒരാൾ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത് തെറ്റെന്ന് പറയുമ്പോൾ തന്നെ തെമ്മാടി ചാൻസലർ എന്നൊക്കെ SFI മുദ്രാവാക്യം വിളിക്കുകയാണ്. പാടുണ്ടോ? അത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ എത്രയായാലും? അല്ല, നിങ്ങള് അങ്ങനെയല്ല എന്നെ കാണേണ്ടത്. ഇപ്പോ അദ്ദേഹം വിളിച്ചതിന്റെ പ്രശ്നമോ SFI തിരിച്ചു വിളിക്കുന്നതിന്റെ പ്രശ്നമല്ല. ഇവിടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സമരമുഖം തുറക്കപ്പെട്ടത്? സമരമുഖം തുറക്കപ്പെട്ടത് ഗവർണർ തുറന്നതാണ്. RSSന് വേണ്ടി അദ്ദേഹം നിൽക്കുകയാണ്, BJPക്ക് വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? ജനാധിപത്യ സമരമാർഗങ്ങളെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഭയപ്പെടുന്നത്? അവിടെ ബാനർ ഇരുന്നാൽ ബാനർ എങ്ങനെയാണ് അദ്ദേഹത്തിന്? ഇന്നലെ ആ പോലീസുകാരെ, നിങ്ങൾ SFIക്കാരെ വിളിച്ചു പോട്ടെ. ഞാൻ അല്പം മുമ്പ് യാത്രക്കിടയിൽ ഞാൻ കാണുകയായിരുന്നു വിഷ്ണു, പോലീസുകാരെ വിളിച്ച് ചീത്തയുണ്ടല്ലോ നേരത്തെ. പോലീസുകാരെ ഊണും ഉറക്കവുമില്ലാതെ അദ്ദേഹത്തിന് കാവൽ കൊടുക്കാൻ വന്ന ആളുകളല്ലേ. അവര് ആത്മാഭിമാനമുള്ളവരല്ലേ, അവര് ചെയ്യുന്ന ജോലി ചെയ്യുന്നവരല്ലേ. താങ്കളാണ് കുപ്പായം വിട്ട് അവിടെ ഇരുന്നാൽ താങ്കളാ ജോലി ചെയ്യണ്ടേ, ഞാനിവിടെ ഇരുന്നാൽ ഞാൻ ചെയ്യണ്ടേ? അദ്ദേഹത്തെ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ചാണ് ഇറങ്ങി നടന്ന് വിളിച്ചത്? എത്ര മോശമായിട്ടാണ് വിളിച്ചത്. ആ ഭാഷ ഔന്നത്യത്തിന്റെ ഭാഷയാണ്. അത് ഗവർണർ, ഞാൻ പറഞ്ഞു ഇപ്പം ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നതായാലും കണ്ണൂരിന്റെ ബ്ലഡി ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നതിനാണെങ്കിലും ഒക്കെ ആ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണോ അദ്ദേഹം ആത്മപരിശോധന നടത്തുന്നത്?